ഗാസയിലെ യുദ്ധാനന്തര സമാധാന ശ്രമങ്ങളെ സംബന്ധിച്ച് നിർണായകമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണം സാധ്യമാകാതെ ഗസയിൽ നിന്ന് പിന്മാറില്ലെന്ന കടുത്ത നിലപാടുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ഹമാസ് പൂർണ്ണമായും ആയുധം ഉപേക്ഷിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നെതന്യാഹുവിന്റെ ഈ പുതിയ പ്രസ്താവന ആ അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നതാണ്. യുദ്ധം അവസാനിക്കുന്നതിനുള്ള നിർണായക വഴിത്തിരിവായി കണക്കാക്കപ്പെട്ടിരുന്ന സമാധാന കരാറിനെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഹമാസ് പൂർണ്ണമായും നിരായുധീകരണം നടത്തിയതായി മുൻപ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നെതന്യാഹുവിന്റെ ഈ പുതിയ പ്രസ്താവന പുതിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിക്കാണ് വഴി തുറന്നിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറുകളെ ഇത് എത്രത്തോളം ബാധിക്കുമെന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയരുകയാണ്. നിലവിലുള്ള കരാർ വ്യവസ്ഥകൾ പ്രകാരം ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്നും ഗസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും നിയന്ത്രണമുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ നിർത്തിവെച്ച് പൂർണ്ണമായും പിന്മാറണമെന്നുമായിരുന്നു ധാരണ. എന്നാൽ ഈ വിഷയത്തിൽ ട്രംപ് ഭരണകൂടവും നെതന്യാഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നത് ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ്. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടം നേരിടുന്ന നെതന്യാഹു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് ആവർത്തിക്കുന്നു. തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ആവശ്യമായ എന്തു നടപടിയും ഇസ്രായേൽ സൈന്യം തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചർച്ചകൾ തുടരുമ്പോഴും ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണെന്നതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും ഗസയിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ആഴം വ്യക്തമാക്കുന്ന മറ്റൊരു വാർത്തയും പുറത്തുവരുന്നുണ്ട്. 2023 ഗാസയിലുണ്ടായ ക്രൂരമായ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 100-ലധികം പേരുടെ മൃതദേഹങ്ങൾ അടുത്തിടെയാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വീണ്ടെടുത്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പാലസ്തീനികൾ ഈ നിരവധി ആളുകളുടെ കൂട്ടസംസ്കാര ചടങ്ങുകൾക്കായി ഒത്തുകൂടി. 2023 നവംബർ 22 ഗാസ സിറ്റിയിലെ സാബ്ര പ്രദേശത്തുള്ള ഒരു പാർപ്പിട സമുച്ചയം യുദ്ധവിമാനങ്ങൾ തകർത്തെറിഞ്ഞ സംഭവത്തിൽ 300-ലധികം പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. തുടക്കത്തിൽ പ്രാഥമിക ഉപകരണങ്ങൾ വെച്ച് നടത്തിയ തിരച്ചിലിൽ 40ഓളം മൃതദേഹങ്ങൾ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സിവിൽ ഡിഫൻസ് വിഭാഗം നടത്തിയ തിരച്ചിലിൽ 40 കുട്ടികളടക്കം 112 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി വീണ്ടെടുത്തു. ഇപ്പോഴും 157 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്താനുണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത്. ഗസയിലെ സാധാരണ ജനങ്ങൾ ഇന്നും നേരിടുന്ന വലിയ ദുരന്തത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ സംഭവങ്ങൾ. ഹമാസിന്റെ നിരായുധീകരണവും ഇസ്രായേലിന്റെ പിന്മാറ്റവും സംബന്ധിച്ച നെതന്യാഹുവിന്റെ കടുത്ത നിലപാടുകൾ സമാധാന ചർച്ചകളെ എത്രത്തോളം പിന്നോട്ടടിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ രാജ്യത്തെയും പൗരന്മാരെയും സംരക്ഷിക്കാൻ ആവശ്യമായ ഏത് നടപടിയും ഇസ്രായേൽ സേന തുടരുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം നിരായുധീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഗസയിലെ ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുന്നുവെന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഗസയിൽ ആക്രമണങ്ങളും മരണങ്ങളും തുടരുന്നത് സമാധാന മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണം എന്ന ഉറച്ച ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കുമ്പോൾ അത് ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധത്തെയും വരാനിരിക്കുന്ന സമാധാന ചർച്ചകളെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്ന ആകാംക്ഷയിലാണ് അന്താരാഷ്ട്ര സമൂഹം. സമാധാനത്തിന്റെ പുതിയ വഴികൾ തേടുമ്പോഴും രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ കളം പിടിക്കാൻ ശ്രമിക്കുന്ന നേതാക്കളുടെ ഈ കടുത്ത നിലപാടുകൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ നീണ്ടുപോകാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപ് ഭരണകൂടവും ഇസ്രായേൽ നേതൃത്വവും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമോ അതോ സമാധാന ചർച്ചകളെ പൂർണ്ണമായി സ്തംഭിപ്പിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.